ആനയുടെ അതിക്രമത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം പടമലയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുന്നുണ്ട്. 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. വീട്ടിൽ നിന്ന് KV രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, പ്രതിഷേധമൊക്കെ താൽക്കാലികമായി കെട്ടടങ്ങിയിരുന്നു. സർക്കാരിന്റെ ഉറപ്പിലൊക്കെ വിശ്വസിച്ച് ആ ജനത അവർ താൽക്കാലികമായി പ്രതിഷേധമൊക്കെ അവസാനിച്ചിരുന്നു. പക്ഷേ ജനവികാരം, ജനരോഷം അതൊക്കെ ഇപ്പോഴും ആളിക്കത്തുന്നുണ്ട്. ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്നാണ് നമുക്ക് അതൊക്കെ വ്യക്തമാണ്. നേരത്തെ നമ്മളോട് ഈ മരിച്ച അജീഷിന്റെ പിതാവ് അദ്ദേഹം സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാമായിരുന്നു എത്രത്തോളം വൈകാരികമാണ്, എത്രത്തോളം പ്രതിഷേധം നിറഞ്ഞതാണ് അവരുടെ വാക്കുകൾ എന്നുള്ളതൊക്കെ. കാരണം വീടിന്റെ ഒരു അത്താണി കാവൽക്കാരനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് അവിടുത്തുകാർ പറയുന്നത്? നാട്ടുകാരൊക്കെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ ഇനിയും അവർക്ക് അതിനെ ഉൾക്കൊള്ളാനായിട്ടുണ്ടോ രാഹുൽ? ഈ കാട്ടാനയുടെ ആക്രമണം, അതുപോലെ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുക, അത് നാട്ടുകാരെ സംബന്ധിച്ച് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ഉണ്ടായ വലിയ പ്രതിഷേധം താൽക്കാലികമായി ജനങ്ങൾ അവസാനിപ്പിച്ചു. സർക്കാരിൻ്റെ ഉറപ്പിന്മേൽ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകാം, അതുപോലെ താൽക്കാലികമായി ജോലി നൽകാം എന്ന് തുടങ്ങിയ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിച്ചിരുന്നത്. പക്ഷേ വൈകാരികമായി തന്നെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് എന്നതാണ്. കാരണം ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനെയാണ് വളരെ അപ്രതീക്ഷിതമായി ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാന കൊലപ്പെടുത്തുന്നത്. അതായത് വനം വകുപ്പിന് നേരത്തെ തന്നെ ഇതുപോലൊരു റേഡിയോ കോളർ ഘടിപ്പിച്ച ആന, കർണാടക വനം വകുപ്പ് പിടികൂടി വനത്തിൽ തുറന്നുവിട്ട ആന നടന്നു നീങ്ങി മേഖലയിലേക്ക് വരുന്നു എന്ന വിവരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകുന്നതിനോ ആനയെ വനത്തിലേക്ക് തുരത്തുന്നതിനോ ഉള്ള നടപടികൾ വനം വകുപ്പ് നടത്തിയില്ല. അനാസ്ഥ തുടർന്നു എന്നൊരു ആക്ഷേപം ജനങ്ങൾക്കുണ്ട്. അത് വളരെ വൈകാരികമായി തന്നെ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ അജീഷിൻ്റെ വീട്ടിലാണ് 2 മക്കൾ, വിദ്യാർത്ഥികളായ 2 മക്കൾ, ഭാര്യ, അച്ഛനും അമ്മയും. അച്ഛൻ നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു. അങ്ങനെ അടങ്ങുന്ന ഒരു കുടുംബമാണ്. കാർഷിക വൃത്തി ചെയ്ത് മറ്റു കൂലിത്തൊഴിലൊക്കെ ചെയ്ത് കുടുംബത്തെ പോറ്റിയിരുന്ന ഒരാളാണ് അജീഷ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബനാഥൻ ഇല്ലാതാകുമ്പോഴുള്ള ഒരു വിടവ്, അതൊക്കെ നാട്ടുകാരുടെ വാക്കുകളിൽ, കുടുംബത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായി വരുന്നുണ്ട്. അജീഷിൻ്റെ അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. നമുക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അജീഷ് ഉപജീവനത്തിനായി ഉപയോഗിച്ചിരുന്ന പുല്ലുവെട്ടി യന്ത്രം ഉൾപ്പെടെയുള്ളത് കാണാം. അങ്ങനെ ജോലി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ഒരാളാണ്, കർഷക കുടുംബം തന്നെയാണ്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ നിലവിലെങ്ങനെയാണ്? അതെ, ഇതുപോലെ കൂലിപ്പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഈ കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്നു ഇത് പോയി. സർക്കാരിൽ നിന്ന് പൈസ കിട്ടുമെന്നെല്ലാം പറയുന്നുണ്ട്. കിട്ടിയാൽ കിട്ടി, വാഗ്ദാനം മാത്രമേ ഉള്ളൂ. എന്താണേലും ഇന്നലെ ഞങ്ങളവിടെ വല്ലാണ്ട് റോഡ് ഉപരോധിക്കും കാര്യങ്ങളും കളക്ടർ ഓഫീസ് ഉപരോധിക്കുകയൊക്കെ ചെയ്തു. കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എന്താണേലും ഇവിടുത്തെ ഒരാൾ നഷ്ടമായി. ഇവിടുത്തെ മെയിൻ ആളാണ് നഷ്ടമായേക്കണത്. പിന്നെ ഈ നാടിന് ഏറ്റവും വലിയൊരു ഉപകാരം ചെയ്യുന്നൊരു നല്ലൊരു മനുഷ്യനായിരുന്നു പുള്ളി. എന്ത് കാര്യത്തിനും. ഇതിനു മുന്നേ ഒരു 5-6 മാസം മുന്നേ ഇവിടെ കടുവ ഇറങ്ങിയായിരുന്നു. കുറുക്കുമല കടുവ ഇറങ്ങി. അങ്ങനെ ഈ ഒരു കാര്യത്തിന് പുള്ളി എപ്പോഴും ഇവിടെ ഈ പടമലയിൽ എത്ര അകലെയാ? ഏതാ? കുറുക്കുമലയാ? 2 കിലോമീറ്റർ അത്ര. അപ്പം എന്തെങ്കിലുമൊക്കെ ഇന്ന സ്ഥലത്ത് കടുവ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വാട്സാപ്പിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കലും, ആര് വിളിച്ചാലും എന്ത് കാര്യത്തിനും രാത്രിയോ പകലോ ഒന്നും നോക്കാണ്ട് ഇറങ്ങി എന്ത് കാര്യമാണേലും അതിനിറങ്ങുന്നു. പിന്നെ ഇവിടെ പടമല പള്ളീൻ്റെ നടത്തിപ്പ് കൈക്കാരനായിരുന്നു. ആ പെരുന്നാളൊക്കെ ഈ 8-ാം തീയതിയാണ് കഴിഞ്ഞത്. അതിനായിട്ട് പുള്ളി ഇങ്ങനെ വല്ലാണ്ട് കിടന്ന് കഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ കിടന്നുറങ്ങിയിട്ടില്ല ഒരു മാസമായിട്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് നഷ്ടമായിപ്പോയി. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു, എൻ്റെ കൂടെയായിരുന്നു, ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആന വന്നപ്പം ഞാനും കൂടെ ഉണ്ടായിരുന്നതാണ്. രക്ഷിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ഓടി, ആൾ ഇങ്ങോട്ട് ഓടി. എന്താണേലും സങ്കടം നമുക്ക് തീരുന്നില്ല. CC ക്യാമറയിൽ കാണുന്ന ഒരാൾ നിങ്ങളല്ലേ? ഞാനായിരുന്നു CC ക്യാമറയിൽ ടീഷർട്ട് ഇട്ടത് ഞാനായിരുന്നു. എന്താണേലും വിഷമം നമുക്ക് തീരുന്നില്ല. പിന്നെ 3 മണിക്ക് ശവസംസ്കാരമാണ്. ഇന്ന് അച്ഛൻ 3 മണിക്ക് ഇവിടെ വരും. പള്ളിയിൽ പൊതുദർശനമുണ്ട്. പിതാവിൻ്റെ നേതൃത്വത്തിൽ. രാഹുൽ, നമുക്ക് തന്നെ ആ മരണ വാർത്ത അത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ദൃശ്യങ്ങളുടെ നടുക്കം അത് നമ്മളിൽ നിന്ന് തന്നെ വിട്ടുമാറുന്നില്ല. അപ്പോൾ ആ സംഭവത്തിന് നേരിട്ട് സാക്ഷിയായ ഒരാൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് എത്രത്തോളം വൈകാരികമായിരിക്കും, എത്രത്തോളം വിഷമകരമായിരിക്കും ആ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയും എന്നുള്ളതേ ഉള്ളൂ. രാഹുലിലേക്ക് മടങ്ങി വരാം.